നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ നുങ്കൂർ എന്ന പേരിൽ രാജ്യവ്യാപക പരിശോധനയുമായി കസ്റ്റംസ്. ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിച്ച കാറുകൾ വാങ്ങിയതിലാണ് സംസ്ഥാനത്തെ 30-ലധികം കേന്ദ്രങ്ങൾ ഉൾപ്പെടെ റെയ്ഡ് നടക്കുന്നത്. ആ അന്വേഷണം എത്തിയത് മലയാള സിനിമാ താരങ്ങളുടെ വീടുകളുടെ മുന്നിലേക്ക്. ചലച്ചിത്ര താരങ്ങളായ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിലാണ് കസ്റ്റംസിന്റെ റെയ്ഡ് നടക്കുന്നത്. ദുൽഖറിന്റെ ഡിഫൻഡർ കാർ പിടിച്ചെടുത്തു. പനമ്പള്ളി നഗറിലെ വീട്ടിലെ ഗ്യാരേജിൽ സ്ഥിരമായി ഉപയോഗിക്കാത്ത 10 കാറുകളുണ്ട്. ഇതിന്റെ രേഖകളും കസ്റ്റംസ് പരിശോധിച്ചു വരികയാണ്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി 11 കാറുകൾ കസ്റ്റംസ് റെയ്ഡിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. സിനിമാ താരങ്ങൾക്ക് പുറമെ വ്യവസായികളുടെ വീടുകൾ കേന്ദ്രീകരിച്ചും റെയ്ഡ് നടക്കുകയാണ്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശും ആജ്ഞ രവീന്ദ്രനും, കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറും, മലപ്പുറത്ത് നിന്ന് CV അനുമോദും ചേരുന്നുണ്ട്. ആദ്യം നവമിയിലേക്കാണ്. നവമി, നികുതി വെട്ടിക്കാൻ വേണ്ടി പോണ്ടിച്ചേരിയിൽ കാർ രജിസ്റ്റർ ചെയ്ത് തട്ടിപ്പ് നടത്തിയ സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിച്ച കാറുകൾ വാങ്ങുന്നു, അത് പിന്നീട് വലിയ രീതിയിൽ വിവാദമാകുന്നു. ഇപ്പോൾ റെയ്ഡിൽ ദുൽഖർ സൽമാന്റെ ഡിഫൻഡർ ആഡംബര കാറടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോഴും പരിശോധന തുടരുകയാണോ? മാത്രമല്ല, ഇത് എങ്ങനെയാണ് ഇവർ ഈ കെണിയിൽപ്പെട്ടത്? ബോധപൂർവം നികുതി വെട്ടിക്കാൻ വേണ്ടി കാറുകൾ വാങ്ങിയതാണോ അതോ ചതിക്കപ്പെട്ടതാണോ നവമി? രാവിലെ 10 മണിയോടുകൂടി തന്നെ ഈ ഒരു റെയ്ഡ് ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 4 മണിക്കൂറോളം പിന്നിടുന്നുണ്ട് ഈ റെയ്ഡ്. ഇപ്പോഴും ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അതിനിടയിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ഇവിടെ എത്തി. ഞാനിപ്പോൾ നിൽക്കുന്നത് ദുൽഖർ സൽമാന്റെ എളംകുളത്തെ വീട്ടിലാണ്. ഈ വീട്ടിലും ഇപ്പോൾ ആളില്ല. നമുക്കറിയാം, നടൻ മമ്മൂട്ടിയുടെ ചികിത്സയുടെ ഭാഗമായി കുടുംബത്തോടൊപ്പം അവർ ചെന്നൈയിലാണ് കുറച്ച് നാളുകളായി താമസിക്കുന്നത്. എന്തായാലും ഇവിടെ ഈ റെയ്ഡ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡിഫൻഡർ, 2 വാഹനം പിടിച്ചെടുത്തു. അതിലൊരു ഡിഫൻഡർ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ടോം, ഇത് നമുക്ക് ഏകദേശം ഒരു ഉറപ്പിച്ച് പറയാം, ഈ താരങ്ങൾ അറിഞ്ഞിട്ടായില്ല, അല്ലെങ്കിൽ അവരുടെ അറിവോടുകൂടി ആയിരിക്കില്ല ഇത്തരത്തിൽ ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. കാരണം സ്വാഭാവികമായും ഇവരൊരു ഇടനിലക്കാരെ വെച്ചായിരിക്കും, സെക്കൻഡ് ഹാൻഡ് വാഹനമാണ്. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങുമ്പോൾ അവരൊരു ഇടനിലക്കാർ മുഖേനയായിരിക്കും ഈ പണം നൽകി ഈ വാഹനം സ്വന്തമാക്കുന്നത്. അവർ ചിലപ്പോൾ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലുമൊക്കെ നികുതി അടച്ചതിന് ശേഷം തന്നെയായിരിക്കും ആ വാഹനം ഉപയോഗിച്ചു തുടങ്ങിയത്. പക്ഷെ അതിന് പിന്നിൽ ഇത്രയും വലിയൊരു ചതിക്കുഴി ഉണ്ടെന്ന് സ്വാഭാവികമായും ഈ നടന്മാർ കരുതിയിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. കാരണം പൃഥ്വിരാജ് ആയിക്കോട്ടെ, ദുൽഖർ സൽമാൻ ആയിക്കോട്ടെ, ആഡംബര വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, വില കൂടിയ ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നവരാണ്. പക്ഷെ അതിന് കൃത്യമായിട്ട് ടാക്സ് അടച്ച് തന്നെയാണ് അവർ നിരത്തിലിറക്കുന്നത്. പൃഥ്വിരാജ് ആയിക്കോട്ടെ, ഈ കഴിഞ്ഞിടയ്ക്കാണ് ലംബോർഗിനി കാർ എടുക്കുകയും അതിന്റെ നികുതി അടച്ചതൊക്കെ വലിയ വാർത്തയായിരുന്നു. അങ്ങനെ ഈ മമ്മൂട്ടിയുടെ കാർ കളക്ഷനെ കുറിച്ചൊക്കെ നമുക്കറിയാം. ഇതിനു മുൻപൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ കൂടിയാണ്. ദുൽഖറിനും സമാനമായിട്ടുള്ള ആ കാർ ക്രേസിനെ കുറിച്ച് നമുക്കറിയാം. ആ രീതിയിലേക്ക് നോക്കുമ്പോൾ ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് അവർക്ക്, അല്ലെങ്കിൽ ഈ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അവർക്ക് വലിയ അറിവില്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇനി പോലീസ്, ഈ കസ്റ്റംസ് അടുത്തതായി പരിശോധിക്കുന്നത് ഇത് എവിടെ നിന്നാണ്, ആരിൽ നിന്നാണ് ഇവർ ഈ കാർ വാങ്ങിയത്, എത്ര രൂപയാണ് കൊടുത്തത്, ടാക്സിനായി എത്ര രൂപ അടച്ചു, ഇതിന്റെയൊക്കെ കൃത്യമായിട്ടുള്ള രേഖകൾ ഈ നടന്മാരിൽ ഉണ്ടോ എന്നാണ് ഈ അന്വേഷണ സംഘത്തിന് അടുത്തതായി കണ്ടെത്തേണ്ടത്. എന്തായാലും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇന്ന് വൈകിട്ട് 6:30 കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തത വരികയും ചെയ്യും. ദുൽഖറിന്റെ വീട്ടിലെ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പഴയ കാറുകൾ, ഈ രണ്ട് വീടുകൾ, കൊച്ചിയിലെ തന്നെ 2 വീടുകൾ, ഒന്ന് പനമ്പള്ളിയിലെ വീട്ടിലും പരിശോധന നടക്കുകയാണ്. നമുക്കറിയാം മമ്മൂട്ടിയുടെയൊക്കെ കാർ കളക്ഷൻ എങ്ങനെയാണെന്ന്. പണ്ടത്തെ കാർ മുതൽ അവരുടെയിലുണ്ട്. അതൊരു വിന്റേജ് മോഡൽ കാറുകൾ ഏറെ ഇഷ്ടപ്പെടുന്നതും അത്തരത്തിൽ പൈസ കൊടുത്ത് വാങ്ങുന്ന 2 പേരാണ് മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ. ആ രീതിയിലുള്ള കാറുകളുണ്ട്. അതിന്റെയൊക്കെ രേഖകൾ കൃത്യമായിട്ടുണ്ടോ എന്നും കസ്റ്റംസ് ഇതിനിടയിൽ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ഈ ഒരു ഓപ്പറേഷൻ നുങ്കൂറിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഭൂട്ടാനിൽ നിന്നും ഈ പട്ടാളക്കാർ ഉപയോഗിച്ച വാഹനങ്ങൾ, സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളാണ്. അത് ആളുകൾ വാങ്ങുന്നു. അത് ചിലപ്പോൾ ഒരു 3 ലക്ഷം രൂപയെ കൊടുത്തായിരിക്കും ഇവർ വാങ്ങുന്നത്. അത് പിന്നീട് ഹിമാചലിലെത്തുന്നു. ഹിമാചലിൽ നിന്നാണ് പിന്നീട് ആവശ്യമുള്ളവരിലേക്ക് ഇത് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇവിടെ ദുൽഖറിനോ പൃഥ്വിരാജോ അല്ലെങ്കിൽ മറ്റ് വ്യവസായികളോ ഈ കാർ ഷോറൂം ഉടമകളോ ഒക്കെ ഈ വാഹനം വാങ്ങുന്നത് ഇരട്ടി തുക കൊടുത്തിട്ടായിരിക്കും. ഇതിന് പിന്നിൽ വലിയൊരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നു എന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ സാധിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യവസായിയുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. അയാളിൽ നിന്നാണ് ഈ ഒരു ഇതിനെക്കുറിച്ചുള്ള, ഈ എവിടെ നിന്നാണ് ഈ വാഹനം വാങ്ങുന്നത്, അത് എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്, അങ്ങനെയുള്ള ഒരു രീതിയിൽ പരിശോധനകളും അന്വേഷണവും നടന്നപ്പോഴാണ് ഇത് വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. രാജ്യത്ത് ഉടനീളം ആഡംബര വാഹനങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക്
ഇന്ത്യയിലെ കിട്ടാത്ത അല്ലെങ്കിൽ ഇന്ത്യയിൽ വളരെ വിരളമായി മാത്രം എത്തിക്കുന്ന ചില വാഹനങ്ങൾ പലരിലെയും സുലഭമായി എത്തുന്നു. ഇതിലാണ് ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയത്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലുള്ള വാഹനങ്ങളൊക്കെ എങ്ങനെയാണ് ഇത്രയും സുലഭമായി നാട്ടിലേക്ക് എത്താൻ കഴിയുന്നത് എന്നൊരു സംശയമായിരുന്നു കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ആദ്യമുണ്ടായിരുന്നത്. പിന്നീട് ഇതുമായി നടത്തിയ തുടർ പരിശോധനകളിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. അതിൽ നിന്നുമാണ് ഈ രാജ്യവ്യാപകമായി ഈ ഒരു ഓപ്പറേഷൻ കസ്റ്റംസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുകയും അത് തമിഴ്നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, വ്യവസായികളുണ്ട്, IT പ്രമുഖരുണ്ട്, ഒപ്പം ഈ കാർ ഷോറൂമിലെ ഉടമകളുണ്ട്. അങ്ങനെ നിരവധി പ്രമുഖരായിട്ടുള്ള ആളുകൾ വാങ്ങുന്ന ആഡംബര വാഹനത്തിൽ ഇത്തരത്തിലൊരു വലിയ ചതി അവരുടെ പിന്നിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന വിവരം കസ്റ്റംസിന് ലഭിക്കുന്നത്. ഇത് പലപ്പോഴും ഈ ഉപഭോക്താക്കൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ വാങ്ങുന്നവർ അറിയാതെ തന്നെയായിരിക്കും ഇങ്ങനെ ഈ ഒരു ചതിക്കുഴിയിലേക്ക് വീണു പോകുന്നത്. ഇവിടെ നമുക്ക് ആ രീതിയിൽ തന്നെ ദുൽഖറിനെയും പൃഥ്വിരാജിനെയും ഒക്കെ അവരും ഈ ഒരു ചതിക്കുഴിയിൽ വീണതായിട്ട് നമുക്ക് അങ്ങനെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളൊക്കെ. പക്ഷെ അവരും കൃത്യമായിട്ടുള്ള രേഖകൾ കസ്റ്റംസിന് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഇവർ എവിടെ നിന്നാണ് വാങ്ങിയത്, എത്ര രൂപ കൊടുത്താണ് ഇവർ വാങ്ങിയത്, ഇതുമായി ബന്ധപ്പെട്ട് ആരെയാണ് ഇവർ സംസാരിച്ചത്, ആരുമായിട്ടാണ് സംസാരിച്ചത്, അങ്ങനെ കുറെ കാര്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. ഇതിന്റെ രേഖകളടക്കം അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പൃഥ്വിരാജോ ദുൽഖറോ ഇവിടെ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പൃഥ്വിരാജിന്റെ 2 വീടുകളിലും തിരുവനന്തപുരത്തെ വീട്ടിലും കൊച്ചിയിലെ തേവരയിലെ ഫ്ളാറ്റിലുമാണ് പരിശോധന നടത്തിയത്. ആ 2 പരിശോധനയിലും ഈ പറയപ്പെടുന്ന കാറ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരത്തെ രജിസ്ട്രേഷനാണുള്ളത്, പക്ഷെ ആ കാറ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ പൃഥ്വിരാജിനോട് തന്നെ അത് കൂടുതൽ അന്വേഷണത്തിലേക്ക് കസ്റ്റംസ് നടക്കും. മറ്റൊന്ന് അമിത് ചക്കാലിക്കലിന്റെ വീട്ടിലും പരിശോധനയുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ 5 വർഷമായി താൻ ഉപയോഗിക്കുന്ന വാഹനമാണ്, മറ്റ് ഇടനിലക്കാരൊന്നും ഇല്ലാതെ തന്നെയാണ് താൻ ഈ വാഹനം വാങ്ങിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് അറിയില്ല. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കണമെന്ന് പറഞ്ഞു. അവരുടെ പരിശോധന നടക്കട്ടെ, ഭയമില്ല എന്നാണ് അമിത് ചക്കാലിക്കൽ പറഞ്ഞത്. എന്തായാലും ദുൽഖർ സൽമാന്റെ 2 വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. അതിലൊരു ഡിഫൻഡറുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനടക്കം വിളിപ്പിക്കാനായിരിക്കും. ഈ കസ്റ്റംസിന്റെ റെയ്ഡിൽ കുടുങ്ങുമോ? എന്തായാലും അതേക്കുറിച്ച് വിശദമായി പരിശോധിക്കേണ്ടതാണ്. നവമിയിലേക്ക് എത്താം. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ദുൽഖർ സൽമാന്റെ പനമ്പള്ളി നഗറിലെ വീടിന് മുന്നിൽ നിന്നും. ആജ്ഞ, ഈ പനമ്പള്ളി നഗറിലെ ആജ്ഞയിലേക്ക് വരാം. നവമി, ഇപ്പോൾ 3 താരങ്ങളാണ്, 3 ചലച്ചിത്ര താരങ്ങളാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ നിരീക്ഷണത്തിലുള്ളത്. നമുക്കറിയാം, നടൻ പൃഥ്വിരാജ് ഇതിനു മുൻപ് ആദായ നികുതി വകുപ്പ് നോട്ടമിട്ടതാണ് പൃഥ്വിരാജിന്. ഇതിനു മുൻപ് നോട്ടീസൊക്കെ അയച്ചതാണ് പൃഥ്വിരാജിന്. അത് ആ സിനിമാ വിവാദത്തിന് പിന്നാലെയായിരുന്നു. അന്ന് ആ രീതിയിലൊക്കെ അതിനെ വ്യാഖ്യാനിച്ചു, ഒരു വേട്ടയാടലാണ് എന്ന രീതിയിലൊക്കെ. പക്ഷെ ഇവിടെ കൃത്യമായും കസ്റ്റംസ് പരിശോധിച്ചു എവിടെയൊക്കെയാണ് ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിച്ച കാറുകൾ വിൽപ്പന നടത്തിയത്. അങ്ങനെയുള്ള ആളുകളുടെ പട്ടികയെടുത്ത് 2 മാസത്തോളം നീണ്ട വിശദമായ പരിശോധനകൾക്ക് ശേഷമാണ് കസ്റ്റംസ് ഈ റെയ്ഡ് നടത്താനായി ഒരൊറ്റ ദിവസം തെരഞ്ഞെടുത്തത്. അതായത് രാജ്യവ്യാപകമായി കസ്റ്റംസിൻ്റെ മിന്നൽ പരിശോധനകൾ നടന്നത്. അതിൽ കേരളത്തിലെ 30 ഇടങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട്. കൊച്ചിയിൽ മാത്രമല്ല, കൊച്ചിക്ക് പുറമെ മറ്റ് കോഴിക്കോട്, മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് പരിശോധന. ഈ സിനിമാ താരങ്ങൾ കൂടാതെ വ്യവസായികളുടെ വീടുകളിൽ റെയ്ഡുണ്ട്. അതോടൊപ്പം ചില സെക്കൻഡ് സെയിൽ ഷോറൂമുകളിൽ കാറുകൾ, സെക്കൻഡ് സെയിൽ ആഡംബര കാറുകൾ വിൽക്കുന്ന സ്ഥലങ്ങളിലടക്കം റെയ്ഡ് നടക്കുന്നുണ്ട്. എന്താണ് ഈ റെയ്ഡിൽ ഇതുവരെയും കസ്റ്റംസിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്? നവമി. ടോം, ഇപ്പോൾ പ്രധാനമായും കൊച്ചിയിലേക്ക് വന്നാൽ 3 പ്രധാനപ്പെട്ട നടന്മാർ, ഒന്ന് പൃഥ്വിരാജ്, മറ്റൊന്ന് ദുൽഖർ, ഒന്ന് അമിത് ചക്കാലിക്കൽ. അതിൽ അമിത് ചക്കാലിക്കലിന്റെ വീട്ടിൽ നിന്നും, പ്രത്യേകിച്ച് അമിത് ചക്കാലിക്കലിന്റെയും പൃഥ്വിരാജിന്റെ വീട്ടിൽ നിന്നും കാറ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അമിത് ചക്കാലിക്കൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കഴിഞ്ഞ 5 വർഷമായി താൻ ഉപയോഗിക്കുന്ന വാഹനമാണ്, അതിൽ ഈ ഭൂട്ടാനുമായി അത് ബന്ധമൊന്നുമില്ല, താൻ നേരിട്ട് തന്നെ ഷോറൂമിൽ നിന്നും വാങ്ങിയ വാഹനമാണ്, ഇതിന്റെ കൂടുതൽ രേഖകളടക്കം തന്റെ കയ്യിലുണ്ട്, അതെല്ലാം വരും ഇത് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് കൊടുക്കാമെന്ന് തന്നെയാണ് അമിത് ചക്കാലിക്കൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ ദുൽഖർ സൽമാന്റെയാണ് 2 വാഹനങ്ങൾ പിടിച്ചെടുത്തത്. അതിലൊരു ഡിഫൻഡറും ഉണ്ടെന്നാണ് നമുക്ക് അറിയാനും സാധിച്ചിരിക്കുന്നത്. ഇനി മറ്റൊന്ന് പൃഥ്വിരാജിന്റെ വാഹനം എവിടെയെന്ന ചോദ്യമാണ്. അതും അന്വേഷണ സംഘം ഉടനെ തന്നെ കണ്ടെത്തും. പൃഥ്വിരാജ് ഇപ്പോൾ കേരളത്തിലില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ദുൽഖറുമില്ല. മറ്റിടങ്ങളിൽ ഈ കളമശ്ശേരിയിലെ ഒരു വ്യവസായിയുടെ വീടുകളിലും റെയ്ഡുണ്ട്. അതിൽ ആ റെയ്ഡ്
പുരോഗമിക്കുന്നതേ ഉള്ളൂ. അതിൽ എന്തെങ്കിലും പിടിച്ചെടുത്തിട്ടുണ്ടോ എന്നതിലും നമുക്കൊരു വ്യക്തത കൈവന്നിട്ടില്ല. ജില്ലയിൽ എത്ര ഇടങ്ങളിലാണ് കസ്റ്റംസിന്റെ പരിശോധന? കാരണം വിവിധ ഇടങ്ങളിൽ നിന്നും കാറുകൾ പിടിച്ചെടുക്കുന്നുണ്ട്. ഇത് ഈ ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ എത്തിച്ച കാറുകളാണോ കോഴിക്കോട്ടെ ഈ ആഡംബര കാറുകളുടെ ഷോറൂമിലുള്ളത്? എന്താണ് കസ്റ്റംസിന്റെ പരിശോധനയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്? ടോം, കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി 7 ഇടങ്ങളിലാണ് പരിശോധന നടന്നു വരുന്നത്. അത് കോഴിക്കോട് നഗരത്തിൽ 2 കേന്ദ്രങ്ങളിലും ഒപ്പം മലപ്പുറത്തെ ചില കേന്ദ്രങ്ങൾ, മുക്കമടക്കമുള്ള താമരശ്ശേരി പോലുള്ള ചിലയിടങ്ങൾ, അത്തരത്തിൽ 7 ഇടങ്ങളിൽ പരിശോധന നടത്തുന്നു. ഇതിൽ 11 കാറുകൾ ഇതിനകം പിടിച്ചെടുത്തു കഴിഞ്ഞു എന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആ കാറുകൾ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെയാണ് കാറുകൾ സൂക്ഷിക്കുക എന്നവർ പറയുന്നു. പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്നത് റോഡ്വേ എന്ന ഒരു യൂസ്ഡ് കാർ ഷോറൂമിലാണ്. ഇവിടെ പരിശോധന നടത്തി ഒരു വാഹനത്തിൽ ചില സംശയങ്ങൾ അധികൃതർക്ക് തോന്നിയിരുന്നു. എന്തായാലും ആ വാഹനം താൽക്കാലികമായി പിടിച്ചെടുത്തിരിക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷെ അത് കൊണ്ടുപോയിട്ടില്ല, ഇവിടെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നു. ഇതിന്റെ രേഖകളൊക്കെ ഉണ്ട് എന്ന് പ്രാഥമിക ചില ഇൻവോയ്സും മറ്റുമൊക്കെ ഈ സ്ഥാപന ഉടമ കസ്റ്റംസിനെ ബോധ്യപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദമായ രേഖകൾ സമർപ്പിക്കാനായി കസ്റ്റംസ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിൽ നിന്നും കാർ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ മറ്റിടങ്ങളിൽ നിന്നായി 11 കാറുകളാണ് കസ്റ്റംസ് കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും അവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ വൈകുന്നേരം കസ്റ്റംസ് കമ്മീഷണർ തന്നെ വ്യക്തമാക്കും എന്നാണ് ഉദ്യോഗസ്ഥർ നൽകിയ ഒരു വിശദീകരണം. എന്തായാലും വലിയ ക്രമക്കേടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലും ഒപ്പം മലപ്പുറത്തുമൊക്കെ ഒരുപാട് കാറുകൾ, ഇത്തരത്തിൽ വലിയ വേരിയന്റുകളുള്ള ആഡംബര വാഹനങ്ങൾ എത്തുന്ന ഒരിടമാണ്. വൻകിട വ്യവസായികളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടി ആണ്. അതുകൊണ്ട് സിനിമാക്കാർക്കപ്പുറം ഒരുപാട് പണത്തിന്റെ ഇടപാടുകൾ നടത്തുന്ന ഒരുപാട് ആളുകളുള്ള മേഖലയായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരുപാട് വാഹനങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെയാണ് 11 കാറുകൾ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് അധികൃതർ തന്നെ സ്ഥിരീകരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ നടപടിക്രമങ്ങളെക്കുറിച്ച് പിന്നീട് വ്യക്തമായ ഒരു ചിത്രം തന്നെ കസ്റ്റംസ് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സ്ഥാപനത്തിലെ ഒരു കാറാണ് സീസ് ചെയ്തിരിക്കുന്നത് എന്ന് കസ്റ്റംസ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടുന്ന് കൊണ്ടുപോയിട്ടില്ല. കാര്യങ്ങൾ തൃപ്തികരമാണ് എന്നാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമ നേരത്തെ അറിയിച്ചത്. ടോം. യെസ്, ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് പനമ്പള്ളി നഗറിലെ ദുൽഖർ സൽമാന്റെ വീടിന് മുന്നിൽ നിന്നും. ആജ്ഞ, അവിടെയാണ് ദുൽഖർ സൽമാന്റെ, നമുക്കറിയാം ദുൽഖർ സൽമാനും മമ്മൂട്ടിയും ഒക്കെ ഈ ആഡംബര കാറുകളുടെ പ്രേമികളാണ്. അവിടെ അവരുടെ ഗ്യാരേജിൽ നിരവധി കാറുകളുണ്ട്, ആഡംബര കാറുകളുണ്ട്, പ്രത്യേകിച്ചും വിൻറ്റേജ് കാറുകളൊക്കെ സൂക്ഷിച്ചിട്ടുള്ള സ്ഥലമാണ്. ദുൽഖർ സൽമാന്റെ ഒരു ഡിഫൻഡർ കാർ പിടിച്ചെടുത്തിട്ടുണ്ട് ഇളംകുളത്തെ വീട്ടിൽ നിന്നും. ഇവിടുത്തെ പരിശോധന, ഈ പനമ്പള്ളി നഗറിലെ വീട്ടിലെ പരിശോധന, റെയ്ഡ് ഇപ്പോഴും തുടരുകയാണോ? എന്താണ് ഈ നികുതി വെട്ടിച്ച് അവിടെ എത്തിച്ച കാറുകളാണോ ഇത്? എന്താണ് കസ്റ്റംസ് പറയുന്നത്? കസ്റ്റംസിന്റെ നടപടികൾ എങ്ങനെയാണ്? ടോം, ഈ പിടിച്ചെടുത്ത ഡിഫൻഡർ ഈ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനയുടെ ഭാഗമായി തന്നെയാണ്. അതേസമയം ഇവിടെയുള്ളത്, ഇപ്പം നമ്മളുള്ളത് ഒരു ഗ്യാരേജിന് മുന്നിലാണ്. ഈ ഗ്യാരേജ് എന്ന് പറയുന്നത് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും അതായത് കുറേ കാലം ഉപേക്ഷിച്ച കുറച്ച് വാഹനങ്ങളാണ്. 8 വാഹനങ്ങളുണ്ട് ഇവിടെ. അതായത് ബെൻസ് ഉൾപ്പെടെയുള്ള 8 വാഹനങ്ങളാണ്, ആഡംബര കാറുകളാണ് ഇവിടെയുള്ളത്. ഇതിൽ 1-2 എണ്ണം ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെയും രജിസ്ട്രേഷൻ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ്, ഔട്ട് ഓഫ് കേരളയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കസ്റ്റംസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ രേഖകൾ ഇത് നിയമപരമായി തന്നെയാണോ ഇതൊക്കെ വാങ്ങിയിട്ടുള്ളത്, ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നികുതി കൃത്യമായി നൽകിയിട്ട് തന്നെയാണോ ഇത്തരം വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ ഈ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇവിടെയുള്ള ഈ ഗ്യാരേജിലുള്ളത് ഈ പറഞ്ഞതുപോലെ വിൻറ്റേജ് മോഡലിലുള്ള കുറച്ച് വാഹനങ്ങളാണ്, ഉപേക്ഷിച്ചതാണ്. അതായത് ഇപ്പോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളല്ല. എന്നിരുന്നാലും ഇത്തരം പരിശോധനകളുടെ ഭാഗമായി തന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത്. അതായത് ഇന്ത്യ ഒട്ടാകെ ഈ പറയുന്ന ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ടോ. നിരവധി വിദേശ നിർമ്മിത കാറുകൾ ഇത്തരത്തിൽ നികുതി വെട്ടിപ്പുമായി കള്ളക്കടത്തിന്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് എത്തുകയും അവരിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരെ സംബന്ധിച്ചിട്ടും, അതായത് ദുൽഖർ സൽമാനെ സംബന്ധിച്ചിട്ടും പൃഥ്വിരാജിനെ സംബന്ധിച്ചിട്ടും ഒക്കെ, അമിത് ചക്കാലക്കൽ, ഇവരുടെയൊക്കെ വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഈ
ഇവരെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട, അതായത് കസ്റ്റംസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കസ്റ്റംസിൻ്റെ നിയമത്തിനനുസൃതമായിട്ട് വരേണ്ടുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇവർ ഈ കള്ളക്കടത്ത് സാധനങ്ങൾ വാങ്ങുന്നത് കൃത്യമായി അത് നികുതി നൽകിയതാണോ, അതല്ലെങ്കിൽ ഇതിൻ്റെ പേപ്പേഴ്സൊക്കെ ക്ലിയർ ആണോ, ഇത്തരം കാര്യങ്ങൾ എൻക്വയറി ചെയ്തിട്ട് വേണമായിരുന്നു ഇത്തരം സാധനങ്ങൾ വാങ്ങാൻ. പക്ഷേ ഇവർ നേരിട്ട് ഇത്തരത്തിൽ കള്ളക്കടത്ത് നടത്തിയെന്നുള്ള ഇൻഫർമേഷൻ അല്ല നൽകുന്നത്. അതേസമയം അവർ ഈ കള്ളക്കടത്ത് നടത്തിയ ആളുകളിൽ നിന്നും ഇത്തരം നിരവധി വാഹനങ്ങളാണ് ഇന്ത്യയിലേക്ക് എത്തുന്നതെന്നാണ് കസ്റ്റംസ് നൽകുന്ന വിവരം. അങ്ങനെയാണ് കസ്റ്റംസ് ഓഫീസേഴ്സ് നൽകുന്ന വിവരം. അങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം പരിശോധനകളുടെ ഭാഗമായിട്ടുള്ള ഇത്തരം ആഡംബര കാറുകൾ വാങ്ങാൻ ആസ്തിയുള്ള എല്ലാ ആളുകളിലെയും ആഡംബര കാറുകൾ കൈവശം വെച്ചിരിക്കുന്ന ഈ അടുത്ത് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള കാറുകളുടെയും രജിസ്റ്റർ ചെയ്ത കാറുകളുടെയും എല്ലാം ഡീറ്റെയിൽസ് കസ്റ്റംസ് പരിശോധിച്ച് വരികയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ പരിശോധനയുടെ ഭാഗമായി തന്നെയാണ് കേരളത്തിലും ഇപ്പോൾ ദുൽഖർ സൽമാനായാലും പൃഥ്വിരാജിനായാലും ഒക്കെയുള്ള പരിശോധനകൾ, ഇത്തരം പരിശോധനകൾ നേരിടേണ്ടി വന്നത് ആ ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ ഈ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തൽ ഗുരുതരമാണ്. അത് പിന്നീട് ഉള്ള ഒരു പക്ഷേ അതൊരു പണിഷബിൾ ഒഫൻസ് തന്നെയാണ്. ഒരു പക്ഷേ കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ അത് കോടതി തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഇതിനുള്ള പണിഷ്മെൻറ്റ് ഏത് തരത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ. അങ്ങനെയാണ്. അതേസമയം വൈകുന്നേരം 6 മണിക്ക് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ആ സമയത്താണ് റിവീൽ ചെയ്യുക. ഇവർ ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയിൽ ഇവർക്ക് തൽക്കാലം മീഡിയയോട് സംസാരിക്കാനുള്ള, അല്ലെങ്കിൽ പരിശോധനയുടെ ഭാഗമായുള്ള ആളുകൾക്ക് തൽക്കാലം മീഡിയയോട് സംസാരിക്കാനുള്ള അനുമതിയില്ല. അതുകൊണ്ട് തന്നെ 6 മണി വരെ കാത്തിരിക്കേണ്ടി വരും ഏത് തരത്തിലുള്ള നിയമ നടപടികളാണ് ഇവർ നേരിടേണ്ടി വരുന്നത് എന്നറിയാൻ. യെസ്, മലപ്പുറത്ത് നിന്ന് CV അനുമോദ് കൂടി ചേരുന്നുണ്ട്. ഏകദേശം ഈ കേരളത്തിൽ 20 വാഹനങ്ങൾ ഇങ്ങനെ വിറ്റതായും 2.5 കോടി രൂപ വിലയുള്ളൊരു ലാൻഡ് ക്രൂയിസർ 30 ലക്ഷത്തിന് ഇവിടെ വിൽപ്പന നടത്തിയതായും ഒക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അനുമോദ്, മലപ്പുറം ജില്ലയിൽ 3 ഇടങ്ങളിൽ കസ്റ്റംസിൻ്റെ റെയ്ഡ് നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതൊരു വ്യവസായിയുടെ വീടുണ്ടെന്ന്, അതോടൊപ്പം ആഡംബര കാറുകളുടെ ഒരു സെക്കൻഡ് ഷെയിൽ ഷോറൂമിൽ അടക്കമാണ് അവിടെ പരിശോധന എന്നാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഏതൊക്കെ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് റെയ്ഡെന്ന് വ്യക്തമായിട്ടുണ്ടോ? ഈ ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിച്ച കാറുകൾ തന്നെയാണോ ഇവിടെ ഈ രീതിയിൽ വിൽപ്പന നടത്തിയിരുന്നത്? ടോം, ഇപ്പോൾ നമുക്ക് ഏറ്റവും അവസാനമായി ലഭിച്ചിരിക്കുന്ന വിവരം മലപ്പുറം വളാഞ്ചേരി വെട്ടിച്ചിറയിലെ ആഡംബര കാർ ഷോറൂമിൽ നടത്തിയ പരിശോധന അവസാനിച്ചിരിക്കുന്നു. ഫ്ലൈവീൽസ് എന്ന ഈ ഷോറൂമിലെ പരിശോധന അവസാനിപ്പിച്ച് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ മടങ്ങിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും അവസാനമായിട്ട് കിട്ടുന്ന വിവരം. ഇവിടെ നിന്നും വാഹനങ്ങളൊന്നും ഇതിന് പിടിച്ചെടുത്തിട്ടില്ല, അതുപോലെ തന്നെ സംശയാസ്പദമായിട്ടുള്ളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിയുന്ന കാര്യം. ഇപ്പോൾ രാവിലെ 10 മണിക്ക് ശേഷമാണ് അവിടെ പരിശോധന ആരംഭിച്ചത്. ഒട്ടേറെ വിദേശത്തു നിന്നും ഉള്ള വാഹനങ്ങളടക്കം, അല്ലെങ്കിൽ ആഡംബര വാഹനങ്ങളടക്കമുള്ള ഒരു ഷോറൂമാണത്. അവിടെ ഈ മണിക്കൂറുകൾ നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് കസ്റ്റംസ് ഇപ്പോൾ മടങ്ങുന്നത്. അതുപോലെ തന്നെ മലപ്പുറം അരീക്കോട് മൂർക്കനാട് നിന്ന് ഒരു വാഹനം പരിശോധനയിൽ പിടിച്ചെടുത്തിട്ടുണ്ടെന്ന വിവരമുണ്ട്. ടയോട്ടയുടെ ക്രെസേഡ മോഡൽ എന്ന വാഹനം ആണ് പിടിച്ചെടുത്തത്. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെയാണ്. നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഏകദേശം 43 വർഷം പഴക്കമുള്ള ഒരു വാഹനമാണ് ഇത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ പോലീസുമായിട്ടൊക്കെ അന്വേഷിക്കുമ്പോൾ വാഹന പരിശോധനയ്ക്ക് വേണ്ടിയും മറ്റ് വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് കസ്റ്റഡി എടുത്തിരിക്കുന്നത്. അത് തിരിച്ചു കൊടുക്കുമെന്ന വിവരവും അങ്ങനെ അത്തരത്തിലുള്ള സൂചനകളുമാണ് ലഭിച്ചിരിക്കുന്നത്. പിന്നീട് അരീക്കോട് ഒരു ഗ്യാരേജിലും ഒരു വർക്ക്ഷോപ്പിലും പരിശോധന നടത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ പരിശോധന നടത്തിയ വിവരങ്ങളുണ്ടെങ്കിലും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. ഒരു വാഹനം മാത്രമാണ് ഇതുവരെ മലപ്പുറത്ത് പിടിച്ചെടുത്തതായിട്ടുള്ള വിവരം ഔദ്യോഗികമായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് വളാഞ്ചേരി വെട്ടിച്ചിറയിലെ ഈ ഒരു ഷോറൂമിലെ പരിശോധനയായിരുന്നു. പക്ഷേ അവിടെ നിന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. നേരത്തെ കോഴിക്കോട്ടെയും മലപ്പുറത്തെയും പരിശോധനയിൽ കണ്ടെത്തിയ വാഹനങ്ങൾ, സംശയാസ്പദമായി കണ്ടെത്തിയ വാഹനങ്ങൾ കരിപ്പൂരിലെ കസ്റ്റംസിൻ്റെ ഓഫീസിലേക്ക്, അല്ലെങ്കിൽ കസ്റ്റംസിൻ്റെ യാർഡിലേക്ക് കൊണ്ടുവരുന്ന വിവരവും ലഭിച്ചിട്ടുണ്ട്. എത്ര വാഹനങ്ങൾ, 11 വാഹനങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിൽ പൂർണ്ണമായിട്ട് ഒരു വ്യക്തത കസ്റ്റംസിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല. അല്പസമയത്തിനകം നമ്മൾ കരിപ്പൂരിലെത്തും. അവിടെ വാഹനങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വാഹനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്ന ഷോറൂമുകൾ കേന്ദ്രീകരിച്ചും അത്തരത്തിൽ ആഡംബര വാഹനങ്ങൾ വാങ്ങിച്ച ആളുകളെ കേന്ദ്രീകരിച്ചും തന്നെയാണ് പരിശോധനകൾ ഇവിടെ നടക്കുന്നത്. പക്ഷേ പൂർണ്ണമായിട്ടും കസ്റ്റംസ് ലക്ഷ്യമിട്ടതുപോലെയുള്ള നിയമലംഘനങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. നിലവിൽ പരിശോധന നടത്തിയ വെട്ടിച്ചിറയിലെയും അരീക്കോട്ടെയും
കസ്റ്റംസ് സംഘം ആ പരിശോധനാ നടപടികൾ പൂർത്തീകരിച്ച് മടങ്ങിയതായിട്ടും വിവരം ലഭിച്ചിട്ടുണ്ട്. ടോം. യെസ്, വ്യക്തമാണ്. മലപ്പുറത്ത് നിന്ന് CB അനുമോദാണ് വിവരങ്ങൾ നൽകിയതോടൊപ്പം കൊച്ചിയിൽ നിന്ന് നവമി ദിനേശും ആജ്ഞ രവീന്ദ്രനും MS അനീഷ് കുമാർ, കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറുമാണ് കസ്റ്റംസിൻ്റെ റെയ്ഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോഴും കസ്റ്റംസിൻ്റെ പരിശോധന, അതായത് 3 സിനിമാ താരങ്ങളുടെയും വ്യവസായികളുടെയും വീടുകളിലടക്കം കസ്റ്റംസിൻ്റെ പരിശോധന തുടരുകയാണ്. ചേർത്തലയിലെ സീരിയൽ കില്ലർ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയെന്ന് സംശയിക്കുന്നവരിൽ 5ാമതൊരു സ്ത്രീ കൂടി. ആ വാർത്ത പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. ചേർത്തലയിലെ സീരിയൽ കില്ലർ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയെന്ന് സംശയിക്കുന്നവരിൽ 5ാമതൊരു സ്ത്രീ കൂടി. എറണാകുളം കൂത്താട്ടുകുളം കാരമല സ്വദേശി ഏലിയാമ എന്ന കുഞ്ഞിപ്പെണ്ണിന്റെ തിരോധാന കേസിലാണ് പുനരന്വേഷണം. സെബാസ്റ്റ്യൻ കൂത്താട്ടുകുളത്ത് എത്തിയിരുന്നുവെന്നും ഏലിയാമയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. 2018 വരെ അവരിവിടെ ഉണ്ടായിരുന്നു. ലോട്ടറി കച്ചവടമൊക്കെ നടത്തിയിരുന്ന ബ്രോക്കർ പണിയൊക്കെ ഉണ്ടായിരുന്നു. ഏലിയാമ ബ്രോക്കർ പണി ഉണ്ടായിരുന്ന കുഞ്ഞുണ്ണിയേച്ചിയാണോ? അതെ അതെ അതെ. പുള്ളിക്കാരത്തിനെ കാണാതെ പോയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അതാ ഞാൻ ചോദിച്ചാ. അപ്പൊ ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. കുഞ്ഞുണ്ണിയേച്ചിനെ ഇതുവരെ ഇപ്പൊ 4-5 കൊല്ലം കണ്ടായി, ഇതുവരെ കണ്ടിട്ടില്ല. കാണാതാവുമ്പോ എത്ര വയസ്സുണ്ടാവും ഏകദേശം? ഒരു 10-70 വയസ്സോടെ അടുത്തുണ്ട് പുള്ളിക്കാരത്തിക്ക്. ആണല്ലേ? എന്തായിരുന്നു പുള്ളിക്കാരുടെ പണി? എന്തായിരുന്നു ഇവിടെ? ബ്രോക്കർ പണിയായിരുന്നു, കല്യാണ ബ്രോക്കർ. 11 മണി ആകുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ഇവിടെ ഉണ്ട്, ബസ് സ്റ്റാൻഡില്. അപ്പൊ എന്റെ അടുത്ത് വന്ന് മുറുക്കാനൊക്കെ വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഒരു മകൻ തളർന്നു കിടക്കുകയല്ലായിരുന്നു, ആ മോന് എല്ലാം സീഡ്സ് എല്ലാം കൊടുത്തിട്ട് കഞ്ഞിയും കൊടുത്ത് അതിനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പുള്ളിക്കാരത്തി ഇവിടെ വരുള്ളൂ. മക്കളൊക്കെ സഹായം ഇല്ലായിരുന്നു? മക്കൾ ഒരു മകനും ഒരു 2 മക്കളല്ലേ? 3. 2 ആണും ഒരു പെണ്ണും ആണ്. ഒരെണ്ണം തളർന്നു കിടക്കുന്നില്ലേ ആൺകുട്ടികളിൽ ഒരാള്? സെബാസ്റ്റ്യനെ റോസമ്മയുടെ മകൻ ബിനുവും സുഹൃത്തും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജൂലൈയിൽ 4-ാം തീയതി മുതലാണ് കാണാതാവുന്നത്. അമ്മയൊന്നും രാവിലെ അവിടെ നിന്ന് 10 മണിയുടെ വണ്ടിക്കാൻ പോകുന്നത്. സാധാരണ തിരിച്ച് 5-ന്റെ വണ്ടിക്ക് വരാറുണ്ട്. അന്വേഷണം തുടങ്ങി. അതായത് ഈ ജൂലൈ 4-ന് രാവിലെ വീട്ടിൽ നിന്ന് അമ്മ പോയതാണ്. അമ്മ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ബ്രോക്കർ പരിപാടിയാണ് കൂടുതലുണ്ടായിരുന്നത്. ബ്രോക്കർ പരിപാടിയായിട്ടാണ്. ലോട്ടറി കച്ചവടം ഉണ്ടായിരുന്നല്ലേ? കച്ചവടം ഇല്ലായിരുന്നു. ലോട്ടറി കച്ചവടം ഇല്ലായിരുന്നു, ബ്രോക്കർ പരിപാടിയായിരുന്നു കൂടുതലും. രാവിലെ പോയി വൈകുന്നേരം വരുന്ന സമയത്തിന് കാണാതിരുന്നു അന്വേഷണം തുടങ്ങിയതാണ്. നമ്മുടെ മുമ്പിൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. സാധാരണ പോയാൽ അമ്മ എത്ര മണിക്കാണ് രാവിലെ? അന്ന് 11 മണിയോടെ പോയിട്ടുണ്ട് വീട്ടിൽ നിന്ന്. 11 മണിക്ക് പോയിട്ടുണ്ട്. 5:30 ആകുമ്പോൾ വീട്ടിലെത്താണ്. 5:30 കഴിഞ്ഞിട്ട് വരാതെ ഇപ്പം 6 മണി കഴിഞ്ഞ ശേഷമാണ് അന്വേഷണം തുടങ്ങിയത്. തിരിച്ചു എവിടെയാണെന്നറിയില്ലായിരുന്നു. പിന്നെ സ്റ്റേഷനിൽ പരാതി കൊടുത്ത് 8 മണിയോളം ആയിരുന്നു. വൈകുന്നേരം ഇപ്പോൾ ഫോൺ ഓഫാണോ? ഫോൺ ഓഫാണ്. 6:40 വരെ ഫോൺ ഓഫാണ്. 40 കഴിഞ്ഞ് ഫോൺ ഓഫാണ്. എവിടെയാണ് പരാതി നൽകിയത്? ഇത് പോലീസ് സ്റ്റേഷനിലാണ്? കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിലാണ് പരാതി. അതിനുശേഷം പിന്നീട് പോലീസ് എന്താണ് പറയുന്നത്? അന്വേഷണത്തിൽ എന്തൊക്കെ? അന്ന് അവർക്ക് വേറെ ഒരു കേസുമായിട്ട് പുറകെ പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ അന്വേഷണത്തിന് തടസ്സങ്ങളും ഉണ്ടായില്ല. അന്ന് അന്വേഷിക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസമാണ് അന്വേഷണം തുടങ്ങിയത്. ഇപ്പം നമ്മുടെ കയ്യിൽ ചെറിയ ഫോണുമായിരുന്നു. ജൂലൈ 4-ന് എന്തെങ്കിലും നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്? അന്ന് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. അന്ന് തന്നെ വൈകുന്നേരം 8 മണിക്ക് ശേഷം പരാതി കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനിൽ. അന്ന് തൊട്ട് ഇന്നുവരെ അന്വേഷിച്ചിട്ടും ഒരു എത്തിയോടുമില്ല. എവിടെ പോയിരുന്നോ എന്ത് കണ്ടെന്നൊന്നും ചെയ്യുമ്പോഴാണ്. അതിൻ്റെ ഇടയ്ക്ക് ദിവസന്മാർ പല പ്രാവശ്യം ഇവിടെ വരാറുണ്ട്, പക്ഷേ ഒന്നും പറയാറില്ല. പിന്നെ വിളിക്കാറുമില്ല. വന്നു അന്വേഷിച്ചും പറക്കും ഇത്രൂ. അതിനുശേഷം പിന്നീട് ലോക്കൽ പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് മാറിയായിരുന്നു. ക്രൈംബ്രാഞ്ചിൽ മാറി ക്രൈംബ്രാഞ്ചിൽ ദിവസം 2 പ്രാവശ്യം വന്നു. അത് കഴിഞ്ഞ് അവർ വന്നല്ലാണ്ട് പിന്നെ വിളിക്കുകയോ പറയുകയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ല. ഈ സെബാസ്റ്റ്യനെ ബിനു കണ്ടു എന്നുള്ളത് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരാളാണ്. പിന്നെ അവിടെ ഒരു ചെറിയൊരു വീഡിയോയുടെ ഒരു CCTVയുടെ ദൃശ്യം കിട്ടിയായിരുന്നു. അങ്ങനെ അമ്മയും ഒരാൾക്കാണ് അത് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുള്ള. അമ്മയും അദ്ദേഹം തമ്മിൽ എന്തായിരുന്നു ബന്ധം? ഒരു ബ്രോക്കർമാരാണ്. പുള്ളിയും ബ്രോക്കർ രീതിയിലാണ് ഇവിടെ വന്നത്. ബ്രോക്കറിന്റെ പരിപാടിയൊക്കെ ആയിട്ടാണ് വരുന്നത്. ബ്രോക്കർ അമ്മയും അവരുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവുമായിരിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബിനുവും നിരന്തരം എല്ലാ ദിവസവും ബസ് സ്റ്റാൻഡിൽ പോകുന്ന ആളാണ്. സ്വാഭാവികമായും അമ്മയെ സെബാസ്റ്റ്യനെ കണ്ടിട്ടുണ്ടാവും. ഒന്നിച്ച് കണ്ടതായിട്ട് കുറേയൊക്കെ ഓർമ്മയുണ്ട്. പുള്ളിയാണെന്നാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ആ ഒരു CCTV ദൃശ്യമുണ്ട്. അതൊന്ന് എന്താ കണ്ടേ? CCTV ദൃശ്യത്തിൽ രണ്ടുപേരും ഒന്നിച്ച് നടന്നു പോകുന്നതാണ് കണ്ടേക്കണേ. ഏത് മണിക്ക് എത്ര മണിക്കാണ്? അന്നത്തെ ദിവസം തന്നെയാണ്? അന്നത്തെ ദിവസം ഒരു 1:30 കഴിഞ്ഞപ്പോൾ നടന്നു പോകുന്നതാണ് കണ്ട. ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. അത് ഏത് ഭാഗത്തായിരുന്നു? ബസ് സ്റ്റാൻഡിന്റെ നടുവ് സ്ഥലം.
സെബാസ്റ്റ്യനുമായി ഒരുമിച്ച് മദ്യപിച്ചതായി ഏലിയാമ്മ വെളിപ്പെടുത്തിയെന്ന നിർണായക മൊഴി അയൽവാസിയും ഷാപ്പ് ജീവനക്കാരനുമായ ബേബി മത്തായിയും പോലീസിന് നൽകി കഴിഞ്ഞു. പറഞ്ഞു പേപ്പറിലൊക്കെ ഈ സെബാസ്റ്റ്യന്റെ ഇങ്ങനെ പേര് വന്നപ്പോഴാണ് നമുക്കൊരു സംശയം തോന്നിയത്. അന്ന് ഇങ്ങനെ ഇത് മദ്യപിച്ചിട്ട് വന്നിട്ട് പറഞ്ഞല്ലോ സെബാസ്റ്റ്യൻ ചേട്ടന്റെ കൂട്ടത്തിലാണ് എന്ന് കൂടിയെന്ന് കമ്പനി കൂടിയെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ സംശയം കൊണ്ടാണ് പറഞ്ഞത്. അവർ കാണാതായ ശേഷം അവരുടെ മൊബൈലിന്റെ അവസാനം അവരുടെ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് വെളിയന്നൂർ എന്ന സ്ഥലമാണ്. അപ്പം അതൊരു ഏറ്റുമാനൂരിലേക്കുള്ള റൂട്ടാണ് അല്ലെ? കോട്ടയം വെളിയന്നൂർ കൂടി എംസി റോഡ് വഴി പോവാതെ വെളിയന്നൂർ കൂടി കുഴുവൂർ കൂടി അങ്ങനെ കോട്ടയത്തിന് ഏറ്റുമാനൂർക്കൊക്കെ പോവാം. അപ്പൊ കോട്ടയം ഡയറക്ഷനിലാണ് കാണാതാകുന്ന ദിവസം സഞ്ചരിച്ചിരുന്നത്. ഒരു കാരണവശാലും അങ്ങോട്ട് ആ റൂട്ടിന് പോകേണ്ട കാര്യമില്ല. ഇങ്ങോട്ട് നമുക്ക് ഈ നമ്മുടെ വീടിന്റെ അടുത്തോട്ട് പോരുന്നത് നേരെ തിരിച്ച് ഏത് ദിശയാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ അത് പോകേണ്ട കാര്യമില്ല. അപ്പൊ അവിടെ വെച്ചിട്ട് ടവർ ലൊക്കേഷൻ കട്ടായ ഫോൺ സ്വിച്ച് ഓഫ് ആയത് അതുകൊണ്ട് അതും ഒരു സംശയത്തിന്റെ ഇതായി. ഇത് സെബാസ്റ്റ്യന്റെ കേസ് വന്നോളൂ. പോലീസിനെ അറിയിച്ചു. SI സാർ വന്ന് മൊഴിയെടുക്കുകയും ചെയ്തു. ഇതോടെ ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം 3 ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുന്നു വിവരങ്ങളുമായി. ശരണ്യായി, പള്ളിപ്പുറത്തെ പുരയിടത്തിൽ ഒരു സ്ത്രീയെ കൊന്നുകുഴിച്ചു മൂടിയെന്നായിരുന്നു തുടക്കത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു നിഗമനം. പക്ഷേ ഇപ്പോൾ അതൊരു കൂട്ട കൊലപാതകം നടന്നു. ഒരു സീരിയൽ കില്ലറാണ് സെബാസ്റ്റ്യൻ എന്ന കാര്യം അടിവരയിട്ട് പറയുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ശരണ്യയുടെ ഈ കൂത്താട്ടുകുളത്തെ ശരണ്യ നടത്തിയ അന്വേഷണത്തിൽ എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഈ ഏലിയാമ്മയുടെ മരണത്തിൽ സെബാസ്റ്റ്യൻ തന്നെയാണ് അല്ലെങ്കിൽ ഏലിയാമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ തന്നെ വ്യക്തമായി പങ്കുള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? പോലീസ് ആ തലങ്ങളിലേക്ക് ഈ ഏലിയാമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നിട്ടുണ്ടോ ശരണ്യ? ടോമ, നമുക്ക് ആദ്യം ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് 2018 ജൂലൈ 4 ആലപ്പുഴയിലെ സ്ത്രീകൾ മിസ്സിംഗ് ആയ അതേ സമാനമായ സാഹചര്യത്തിൽ ഒരു സ്ത്രീ കൂത്താട്ടുകുളത്തും മിസ്സിംഗ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവർ ബ്രോക്കറായിരുന്നു എന്നുള്ളത്. വിവാഹ ബ്രോക്കറാണ്. കൂത്താട്ടുകുളം ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചായിരുന്നു അവരുടെ പ്രവർത്തന മേഖല. ഒപ്പം തന്നെ ഭർത്താവില്ലാത്ത സ്ത്രീയാണ്. വീട്ടിലാകെ ഉള്ളത് അവർ താമസിക്കുന്ന വീട്ടിലുള്ളത് ഒരു സുഖമില്ലാത്ത മകനും ഈ തളർന്നു കിടക്കുന്ന ഒരു മകനും ഇവരും മാത്രമാണ് എന്നുള്ളതാണ്. 65 വയസ്സിന് മേൽ പ്രായമുണ്ടായിരുന്നു. ഏലിയാമ്മ എന്ന ഒഫീഷ്യൽ, അതായത് ഏലിയാമ്മ എന്ന പേരുള്ള കുഞ്ഞിപ്പെൺ എന്ന നാട്ടുകാരൊക്കെ അങ്ങനെയാണ് അവരെ വിളിക്കുന്നത്. ആ സ്ത്രീയാണ് മിസ്സിംഗ് ആണ് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. പിന്നീട് നമ്മൾ കൂത്താട്ടുകുളം ബസ് സ്റ്റാൻഡിൽ എത്തുന്നു. ഇവരുടെ ഒരു 2018 കാലയളവ് 2018 ജൂലൈ 4 ഇവരെ കാണാതാകുന്നത്. ഇവർക്ക് പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ മിസ്സിംഗ് കേസുകളുമായി സമാനമായ രീതിയിൽ ഉള്ളൊരു മിസ്സിംഗ് കേസാണ് ഇത് എന്നുള്ളതായിരുന്നു. അന്വേഷണ സംഘവും ആലപ്പുഴയിലെ അന്വേഷണ സംഘവും കോട്ടയം ക്രൈംബ്രാഞ്ചും ഈ കേസ് ഇപ്പോൾ റീഓപ്പൺ ചെയ്തിട്ട് അതിന്റെ മറ്റ് വിശദാംശങ്ങൾ പരിശോധിച്ചു വരികയാണ്. രണ്ടാമത് മൊഴിയൊക്കെ ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട മൊഴികളൊക്കെ ഇപ്പോൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടത് ഈ സ്ത്രീ മിസ്സിംഗ് ആവുന്നത് കൂത്താട്ടുകുളം ബസ് സ്റ്റാൻഡിൽ വെച്ച് ആണ് എന്നുള്ളതാണ്. 3:30 വരെ അവരവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയുന്നു. രാവിലെ 11:30 വണ്ടിക്ക് വന്നാൽ ഇവർ വൈകിട്ട് 5 മണിക്കത്തെ വണ്ടിക്ക് തിരിച്ചു പോകുന്നതാണ്. കാരണം ഇവരുടെ വീടെന്ന് പറയുന്നത് കൂത്താട്ടുകുളം ബസ് സ്റ്റാൻഡിൽ നിന്നും പിന്നീട് 4 കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിച്ച് കാരമല എന്ന ഒരു കുന്നിന്റെ മുകളിലാണ് ഇവരുടെ വീട് ഉള്ളത്. അപ്പോൾ ഈ കാരമലയിൽ ആണ് ഇവർ ഈ ഒറ്റപ്പെട്ട വീട്ടിലാണ് താമസിക്കുന്നത്. മക്കളൊക്കെ അടുത്തുണ്ടെങ്കിൽ പോലും ഇവരൊറ്റയ്ക്കാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. അങ്ങനെ ഇവർ ഈ ജൂലൈ 4 ഇവരെ കാണാതാകുന്നു എന്നുള്ളതാണ്. ജൂലൈ 4 വൈകിട്ട് 5 മണിക്കത്തെ ബസ്സിന് ഇവർ വരാതായതോടെ കുടുംബം അന്വേഷിച്ചു തുടങ്ങുന്നു, മകൻ അന്വേഷിച്ചു തുടങ്ങുന്നു. വൈകിട്ട് ഒരു 6:30 വരെ പോലീസ് ഇവരുടെ ടവർ ലൊക്കേഷൻ 8 മണിയോടെ അവർ പരാതി കൊടുത്തു. പക്ഷേ അതിൽ നിന്ന് ടവർ ലൊക്കേഷൻ നോക്കിയപ്പോഴത്തേക്കും 6:30 വരെ ഇവരുടെ വെളിയന്നൂർ ഭാഗത്ത് വരെ ഇവരുടെ മൊബൈൽ ട്രാക്ക് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് വെളിയന്നൂർ ട്രാക്ക് ചെയ്യല്ല, അതിൻ്റെ ടവർ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു. അന്വേഷണ സംഘം പറയുന്നത് വെളിയന്നൂർ ഭാഗം, ഈ വെളിയന്നൂർ എന്ന് പറയുന്നത് പാലയിലേക്കും ഏറ്റുമാനൂരിലേക്കും, അതായത് സെബാസ്റ്റ്യൻ താമസിക്കുന്ന ഏറ്റുമാനൂരിലേക്കും പോകാനുള്ള വഴിയാണ്. ഇവരുടെ വീട്ടിലേക്ക് സഞ്ചരിക്കുന്നതിന്റെ നേരെ എതിർവശത്തുള്ള റൂട്ടിലാണ് ഇവർ പോയത് എന്ന് പറയുന്നത്. 6:30 വെളിയന്നൂർ വരെ ഫോൺ ഓൺ ആണ്, അതിനുശേഷം സ്വിച്ച് ഓഫ് ആണ്. പിന്നീട് ഈ 8 വർഷമായിട്ടും ആ സ്ത്രീയെക്കുറിച്ച് യാതൊരു വിവരവും ആർക്കും ഇല്ല എന്നുള്ളതാണ്. മകൻ
അങ്ങനെ കൂത്താട്ടുകുളം ബസ് സ്റ്റാൻഡിൽ നമ്മൾ എത്തി. കൂത്താട്ടുകുളത്തെ ബസ് സ്റ്റാൻഡിൽ ആ കാലയളവ് മുതൽ ഇപ്പോഴും ആ ബസ് സ്റ്റാൻഡിൽ ജോലി ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടു. അതിൽ കപ്പലിൻ്റെ വിൽപ്പ് നടത്തുന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവരോട് നമ്മൾ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇവരെ കാണാതായിട്ട് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവരുടെ ലോട്ടറി വിൽപ്പനയും പ്രധാനമായും ഈ വിവാഹ ബ്രോക്കറാണ്. അതുകൂടാണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള വിവരം നമുക്ക് നൽകിയത് മേരി എന്ന അവിടെ ഒരു മാടക്കട നടത്തുന്ന ഒരു സ്ത്രീയുണ്ട്. അവരാണ് നമുക്ക് വിവരം നൽകുന്നത്. അതായത് മേരി ഈ ഏലിയാമ്മയുടെ ഒരു സുഹൃത്തു കൂടിയാണ്. അവർ പറയുന്നത് കാണാതാവുന്ന ദിവസവും അവിടെ വന്നിട്ടുണ്ടായിരുന്നു, മുറുക്കാൻ വാങ്ങി പോയതാണ്. മറ്റൊന്ന് ഈ അന്നത്തെ 2018 ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സാഹചര്യം എന്ന് പറയുന്നത് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ബ്രോക്കർമാർ, ദല്ലാൾമാർ വന്ന് കേന്ദ്രീകരിക്കുന്ന ഇടമായിരുന്നു ഇത് എന്നുള്ളതാണ്. അല്പം മദ്യപാന ശീലമൊക്കെ ഉള്ള ആളാണ് ഏലിയാമ്മ. അവിടെ ഇരുന്ന് മദ്യപിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ കുറേ ആളുകൾ വന്ന് കൂടാറുണ്ടായിരുന്നു. എല്ലാവരും ബ്രോക്കർമാരായിരുന്നു. ഈ നഗരസഭ പിന്നീട് ഇതിന്റെ ഒരു റെനോവേഷൻ ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ അങ്ങനെ ഒരു കൂട്ടം കൂടാനായി ബ്രോക്കർമാരെ കേന്ദ്രീകരിക്കാനായി അനുവദിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ മേരി നമ്മളോട് വിശദാംശങ്ങൾ പറയുന്നു. മേരിയുടെ തൊട്ടപ്പുറത്ത് ഷൈനി എന്ന് പറഞ്ഞ ഈ ലോട്ടറി കച്ചവടത്തിൽ സഹായിച്ച സ്ത്രീ ഉണ്ടായിരുന്നു. അവരെയും ഒക്കെ നമ്മൾ കണ്ടു. ഇതിൽ മേരി കാര്യങ്ങൾ പറഞ്ഞ ശേഷം ബ്രോക്കർമാർ അവർ കൂടിയിരുന്നു എന്നുള്ള കാര്യം. കാരണം നമുക്കറിയാം സെബാസ്റ്റ്യൻ ദല്ലാളായാണ് എല്ലായിടത്തും അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. എല്ലായിടത്തും സ്ഥലം വാങ്ങി നൽകാം, അല്ലെങ്കിൽ സ്ഥലം ഇടപാടുകളുണ്ട്, സ്ഥലക്കച്ചവടം എന്നൊക്കെ പറഞ്ഞാണ് ബിന്ദുവിനെ ആണെങ്കിലും റോസമ്മയുടെ വീട്ടിലാണെങ്കിലും ഒക്കെ ഇയാൾ ചെന്നിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ അതേ സാഹചര്യത്തിൽ അവിടെ ദല്ലാൾമാർ കേന്ദ്രീകരിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പിന്നീട് നമ്മുടെ ഈ ചിത്രം കാണിച്ച്, അതായത് നമ്മളുടെ കയ്യിലുള്ള സെബാസ്റ്റ്യൻ്റെ ചിത്രം കാണിച്ചാണ് അവരെ കൊണ്ട് ഈ ആള് അറിയാമെന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഈ മേരി എന്ന് പറഞ്ഞ സ്ത്രീ ഇയാളെ ഐഡന്റിഫൈ ചെയ്തു. അവർ പറഞ്ഞു ഇത് ഇവിടെ വരാറുള്ള ആളായിരുന്നു, പിന്നീട് ഇപ്പോൾ വരാറില്ല, വർഷങ്ങൾക്ക് മുമ്പാണ് വരാറുണ്ടായിരുന്നത്. അതേസമയം ഈ ഏലിയാമ്മ ഉണ്ടായിരുന്ന കാലയളവിൽ ഇയാൾ ഉണ്ടായിരുന്നു, അവിടെ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നതടക്കമുള്ള നിർണായകമായ വിവരങ്ങൾ മേരി നമ്മളോട് പങ്കുവച്ചു. അതിനുശേഷം നമ്മൾ കൂത്താട്ടുകുളത്തേക്ക് പോയി ഈ കാരമലയിലെ വീട്ടിലേക്ക് പോയി ബിനുവിനെ കണ്ടു. അപ്പോൾ ബിനു ഈ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിച്ചു. അമ്മ ഒരിക്കലും എല്ലാ ദിവസവും തിരിച്ചു വരുന്ന ആളാണ്. എവിടെ പോയാലും എന്ത് ആണെന്ന് പറഞ്ഞാലും വയ്യാത്ത മകൻ ഉള്ളത് കൊണ്ട് തന്നെ മകൻ്റെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം, കിടപ്പുരോഗിയായ മകനാണ്, ചെയ്ത ശേഷമാണ് അമ്മ പോകുന്നത്. അതിനുശേഷം തിരിച്ചു വന്നും ആ മകൻ്റെ ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതും എല്ലാം ഇവരാണ്. അപ്പോൾ അമ്മ എവിടെ പോയാലും തിരിച്ചു വരും. ഇത് ഇപ്പോൾ കരുതുന്നത് തങ്ങളുടെ അമ്മ ജീവനോടെ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ കൂത്താട്ടുകുളം പോലീസും ഒപ്പം തന്നെ ഇപ്പോൾ ക്രൈംബ്രാഞ്ചും രണ്ടാമത്, അതായത് പള്ളിപ്പുറത്തെ കേസുകൾ വന്നതിന് ശേഷം സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് 1 മാസം മുമ്പ് ഇവരുടെ വിവരിൽ നിന്ന് വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ബിനു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സെബാസ്റ്റ്യനൊപ്പം അമ്മയെ കണ്ടിട്ടുണ്ട് എന്നുള്ള നിർണായക വിവരം നമ്മളോട് പങ്കുവച്ചു. കാരണം ബസ് സ്റ്റാൻഡിൽ അമ്മയെ കാണാതാവുന്ന ദിവസവും ബിനു കണ്ടിട്ട്, ബിനുവും ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് തന്നെയാണ് പണിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നത്. അതുകൊണ്ട് അമ്മയെ ബസ് സ്റ്റാൻഡിൽ സെബാസ്റ്റ്യനൊപ്പം കണ്ടിട്ടുണ്ടെന്ന് അയാൾ സ്ഥിരീകരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ സെബാസ്റ്റ്യന്റെ ചിത്രം കാണിച്ചപ്പോൾ സെബാസ്റ്റ്യനെ കണ്ടിട്ടുണ്ട് എന്ന് ബിനു നമ്മളോട് പറഞ്ഞു. ഇയാളോട് ഏലിയാമ്മയ്ക്ക് സംഭവിച്ചതെന്ന് അറിയണം. ശരണ്യ, ഇതുവരെയും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ 5 സ്ത്രീകളുടെ തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട്. ഏറ്റുമാനൂരിലെ ജൈനമ്മ, അതോടൊപ്പം ബിന്ദു പത്മനാഭൻ, ആയിഷ, സിന്ധു എന്ന ബിന്ദു. ഏറ്റവും ഒടുവിലാണ് ഏലിയാമ്മ എന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ തിരോധാന കേസിൻ്റെ അന്വേഷണവും സെബാസ്റ്റ്യനിലേക്ക് എത്തുന്നത്. പക്ഷേ നേരത്തെ ശരണ്യ ജൂലി എന്ന ഒരു സ്ത്രീയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടും ചില വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. ആ കേസിൽ ജൂലിയുടെ തിരോധാനത്തിൽ, അല്ലെങ്കിൽ ജൂലി എവിടെയാണ്, ആരാണ് ജൂലിക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത്, ഇക്കാര്യങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണം എത്തിയിട്ടുണ്ടോ? മാത്രമല്ല ഒരു കാര്യം കൂടി അറിയേണ്ടത്, ഈ 5 പേരെ കൂടാതെ മറ്റു കൂടുതൽ പേരെ സെബാസ്റ്റ്യൻ ഇരകളാക്കിയിട്ടുണ്ടോ, വകവരുത്തിയിട്ടുണ്ടോ? അത്തരം കൂടുതൽ സംശയങ്ങൾ ക്രൈംബ്രാഞ്ചിനുണ്ടോ ശരണ്യ? ടോമൻ, നമുക്കറിയാം 17 വയസ്സ്, ഏറെക്കുറെ 17 വയസ്സുണ്ടായിരുന്ന സമയത്ത് സെബാസ്റ്റ്യന്റെ ബന്ധു തന്നെ നൽകിയൊരു മൊഴിയാണ്. അതായത് വീട്ടുകാരുമായിട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് ഒരു കേബിൾ, ഇലക്ട്രിക് ലൈൻ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കത്തെ തുടർന്ന് ബന്ധുവിന്റെ വീട്ടിൽ ഭക്ഷണത്തിൽ വിഷം കലർത്തിയ ആളാണ് സെബാസ്റ്റ്യൻ എന്നുള്ളത്, എലി വിഷം കലർത്തിയ ആളാണ് സെബാസ്റ്റ്യൻ എന്നുള്ള മൊഴി ബന്ധു തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടം മുതൽ തന്നെ സെബാസ്റ്റ്യൻ ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. നമ്മൾ ഈ കാണുന്ന 2018 സെബാസ്റ്റ്യൻ എന്ന് പറയുന്നത് അയാൾക്ക് പ്രമേഹമുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, കാലിൽ
മുറിവുണ്ട്. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉള്ള ഇതിനെയൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു സെബാസ്റ്റ്യനാണ്. പക്ഷേ ആരോഗ്യ ദൃഢഗാത്രനായ അല്ലെങ്കിൽ വളരെ ഇതായിട്ടുള്ള ഈ ചെറുപ്പം തൊട്ടേ ഈ ക്രിമിനൽ സ്വഭാവം ഉണ്ട് എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു സെബാസ്റ്റ്യൻ ഉണ്ട്. അയാളുടെ ഒരു ഭൂതകാലം എന്തായിരുന്നു എന്നുള്ളത് തീർച്ചയായും ഭയപ്പെടുത്തുന്നതാണ്. അതൊരു ചോദ്യം തന്നെയാണ്. കാരണം ഇത്തരത്തിൽ വളരെ ബുദ്ധിപൂർവ്വം സ്ത്രീകളുമായി അടുപ്പം സ്ഥാപിക്കുകയും അവരെ കൊല്ലുകയും ഓരോ കൊലപാതകത്തിന് ശേഷവും വീണ്ടും അയാൾ വളരെ കോൺഫിഡൻസോടുകൂടി അത് വർദ്ധിപ്പിച്ചുകൊണ്ട് വീണ്ടും അത്തരം അടുത്ത ആളെ അപ്രോച്ച് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇതിനകത്തൊക്കെ നമ്മൾ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യാത്ത മറ്റൊരു കേസ് കൂടിയുണ്ട്. അതായത് കുത്തിയതോട് ഈ ജൈനമ്മ കൊലപാതകത്തിന് ശേഷം ഇയാൾ വളരെ അടുത്ത മാസത്തിനുള്ളിൽ തന്നെ കുത്തിയതോട് സ്വദേശിനിയായ ഒരു സ്ത്രീയെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഇയാളുടെ ഫോൺ പരിശോധനയിൽ നിന്നും ഇവരുമായിട്ടുള്ള വാട്സപ്പ് ചാറ്റുകളും കാര്യങ്ങളും ഒക്കെ കണ്ടു. അങ്ങനെ അന്വേഷണ സംഘം അവരെ തേടി എത്തിയിരുന്നു. അവരെ തേടി എത്തിയപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് പോത്തു കച്ചവടക്കാരനായാണ് അവരുടെ മുന്നിൽ അവതരിച്ചത് എന്നുള്ളതാണ്. അതായത് ആലപ്പുഴയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട്. അവിടെ ആലപ്പുഴ കലവൂരിലെ അവിടെ വെച്ചാണ് ഇയാളെ പരിചയപ്പെട്ടത് എന്നുള്ളതാണ്. ജൈനമ്മയുടെയും സോഴ്സ് അങ്ങനെയാണ്, ജൈനമ്മേനെയും അങ്ങനെ പരിചയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇയാൾ വളരെ ബുദ്ധിപൂർവ്വം കണ്ണിങ് ആയി ഓരോ സ്ത്രീകളെയും പ്രശ്നങ്ങളുള്ള ഒറ്റയ്ക്ക് വരുന്ന സ്ത്രീകൾ പ്രശ്നബാധിത നമുക്ക് പ്രാർത്ഥനാലയമൊക്കെ ആണല്ലോ, അവിടെയൊക്കെ നിരീക്ഷിച്ചിട്ടാണ് ഓരോ സ്ത്രീകളെയും അപ്രോച്ച് ചെയ്യുന്നത്. അവിടെ ഇയാൾ ദല്ലാളായിട്ടല്ല അവതരിച്ചത്, മറിച്ച് ഇയാൾ പറഞ്ഞത് പോത്ത് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ആ സ്ത്രീയെ അപ്രോച്ച് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇയാൾ ഓരോ സമയവും ജൈനമ്മയുടെ ആ ഒരു കൊലപാതകം കഴിഞ്ഞ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇവരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇയാൾ ഇപ്പോൾ ഇടവേളകൾ കുറഞ്ഞു, ഇതിനിടയിൽ ആരൊക്കെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു സമഗ്രമായ അന്വേഷണം നടത്തേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ സെബാസ്റ്റ്യൻ്റെ ഒരു യൗവന കാലഘട്ടങ്ങളിൽ സെബാസ്റ്റ്യൻ എന്തായിരുന്നു എന്നും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും എന്നുള്ളത് അന്വേഷിക്കേണ്ടത് തന്നെയിരിക്കുന്നു. പക്ഷേ അയാളെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അന്വേഷണ സംഘം ഏറെക്കുറെ ജൈനമ്മയുടെ കേസിൽ കുറെ സാഹചര്യ തെളിവുകളൊക്കെ വെച്ച് ഇപ്പോൾ സെബാസ്റ്റ്യൻ എന്തായാലും പിടിയിലായ അവസ്ഥയിലായിട്ടുണ്ട്. ഒരു പക്ഷേ ജൈനമ്മ കേസിനകത്ത് സെബാസ്റ്റ്യൻ കുടുങ്ങി എന്ന് തന്നെ പറയാം. പക്ഷേ ബിന്ദു പത്മനാഭൻ കേസിൽ പോലും ഇപ്പോൾ ചില നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. ആ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നാളെ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. ബിന്ദു പത്മനാഭൻ കേസിലേക്ക് കസ്റ്റഡിയിലേക്ക് വരുമ്പോൾ മറ്റ് അന്വേഷണ സംഘം, കാരണം ആലപ്പുഴയിലെ ടീമൊക്കെ ഇതിനെല്ലാം എല്ലാ കേസുകളെയും കോർഡിനേറ്റ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. ആലപ്പുഴയിലെ ടീം ഇപ്പോൾ ഈ കൂത്താട്ടുകുളത്തെ അന്വേഷണ സംഘത്തെ ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ അടക്കമുള്ള ആളുകൾ പിന്നെ SP ഷൗക്കത്ത് അലി ക്രൈംബ്രാഞ്ചിന്റെ അവരൊക്കെ ഒരു നല്ല ടീം തന്നെ വളരെ ഹോംവർക്ക് ചെയ്തു തന്നെയാണ് ഈ കേസുകളെല്ലാം കണക്ട് ചെയ്താണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ നിർണായകമായ ഈ ഏലിയാമ്മയുടെ കൂത്താട്ടുകുളം സ്വദേശിനി ഏലിയാമ്മയുടെ തിരോധാനം സംഭവിച്ചത് 7 വർഷം മുൻപാണ്. അന്ന് ഈ പോലീസും ക്രൈംബ്രാഞ്ചും ഒക്കെ വിശദമായി അന്വേഷണം നടത്തി യാതൊരു തുമ്പും ലഭിച്ചില്ല. ആ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള സംശയം ഈ സെബാസ്റ്റ്യനെ കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു? അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ്റെ പേരോ മറ്റു വിവരങ്ങളോ അന്ന് കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ അയൽവാസികൾ അന്ന് ക്രൈംബ്രാഞ്ചിന് കൈമാറിയതാണോ? ഏതൊക്കെ രീതിയിലുള്ള സംശയങ്ങളായിരുന്നു ഈ ക്രൈംബ്രാഞ്ചിൻ്റെ അല്ലെങ്കിൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ എന്തായിരുന്നു അന്ന് വ്യക്തമായ വിവരം? നമ്മൾ കൂത്താട്ടുകുളത്തെ അന്വേഷണ സംഘവുമായി സംസാരിച്ചിരുന്നു. ആദ്യം കൂത്താട്ടുകുളം പോലീസും പിന്നീട് ആലുവ ക്രൈംബ്രാഞ്ചുമാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത്. അപ്പോൾ കേസ് റീഓപ്പൺ ചെയ്തു എന്നുള്ളത് കൂത്താട്ടുകുളത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഈ കേസ് വീണ്ടും പുനരന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനകത്ത് തീരുമാനിച്ചിട്ടുണ്ടെന്നല്ല, അതിന്റെ പ്രോസസ്സിംഗ് തുടങ്ങി അവർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിനകത്താണ് നമ്മൾ നേരത്തെ കണ്ട ബേബി മത്തായിയുടെ ഒക്കെ മൊഴി അവർ രേഖപ്പെടുത്തുന്നത്. ഷാപ്പ് ജീവനക്കാരനാണ് ബേബി മത്തായി. ഈ ഏലിയാമ്മയുടെ വീട്, ഈ ബേബി മത്തായിയുടെ വീട് കടന്നു വേണം പോകാൻ. അവിടെ താഴെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു കുന്നിന്റെ മുകളിലാണ് ആ വീട്. അതിന്റെ താഴെ തന്നെയാണ് ഈ ബേബി മത്തായിയുടെ ഷോപ്പ് ഉള്ളത്. ഷാപ്പിലെ ജീവനക്കാരനാണ്. അപ്പോൾ മദ്യപിച്ചെത്തുന്ന ഏലിയാമ്മ പലപ്പോഴും അവിടെ കയറാറുണ്ട്. അവിടെ കയറി കുറെ സംസാരിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അങ്ങനെ സംസാരിക്കുന്ന കാലയളവിലാണ് ഈ സെബാസ്റ്റ്യൻ എന്നുള്ള പേര് ഇവർ വ്യക്തമാക്കിയുള്ളത്. അതായത് ഒരു ദിവസം നല്ല ഫിറ്റായി വരുന്ന ആ ദിവസങ്ങൾ, കാണാതാകുന്നതിന് തൊട്ട് മുമ്പുള്ള മാസങ്ങളിലാണ്. ആ സമയങ്ങളിൽ ചോദിച്ചപ്പോൾ സെബാസ്റ്റ്യൻ ചേട്ടനുമായാണ് മദ്യപിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നിർണായകമായ മൊഴിയാണ് ബേബി മത്തായി നൽകിയിട്ടുള്ളത്.
അതിൽ തന്നെ മകൻ നൽകിയിട്ടുള്ള കാര്യങ്ങളും വളരെ നിർണായകമാണ്. അപ്പം ബേബി മത്തായിയുടെ മൊഴി ഈ പുതിയതായി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ സിറ്റുവേഷൻസ് എല്ലാം സെയിം തന്നെയാണ്. അതായത് സമാനമായ സാഹചര്യങ്ങളിലുള്ള സ്ത്രീകളാണ് മിസ്സായിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ അന്വേഷണമോ കാര്യങ്ങളൊന്നും ഇതൊക്കെ സാധാരണ ഇപ്പോൾ ബിന്ദു പത്മനാഭൻ ഒഴിച്ച് ബാക്കി എല്ലാം സാധാരണ കുടുംബങ്ങൾ, ബന്ധുക്കളുമായി അകൽച്ചയുള്ളവർ, വീട്ടുകാരുമായി അകൽച്ചയുള്ളവർ, ഭർത്താക്കന്മാരുമായി അകൽച്ചയുള്ളവർ, ഇങ്ങനെയുള്ള സ്ത്രീകളാണ് ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. ഇവർക്കൊക്കെ വേണ്ടി വലിയ ശബ്ദം ഉയർത്താനോ വലിയ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും ഒരു വലിയ സംവിധാനമൊന്നും പുറകെ ഇല്ലാത്ത സ്ത്രീകളാണ് ഈ മിസ്സിംഗ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ഇതിനെ കണക്ട് ചെയ്ത് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ കേസുകൾക്കൊപ്പം മറ്റ് കേസുകൾക്കൊപ്പം തന്നെ കോട്ടയം പോലീസും കോട്ടയം ക്രൈംബ്രാഞ്ചും ജയനമ്മ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും കൂത്താട്ടുകുളം പോലീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഈ DNA പരിശോധനാ ഫലമാണ് ഒരു പ്രധാന ഘടകം. ആ ബോൺസിന്റെ പരിശോധനാ ഫലമാണ്. അത് പ്രോസസ്സിങ് അത് സമയമെടുക്കുന്നതാണെന്നാണ് പറയുന്നത്. അതിനകത്ത് ഇനി ഈ കിട്ടിയ ബോണുകൾ അതിനകത്ത് ഈ പറഞ്ഞ ആളുകളുടെ ആരുടെയെങ്കിലും ഇല്ലെങ്കിൽ ഒരുപക്ഷെ പുതിയ ഈ പറഞ്ഞ പല ആളുകളുടേതാണെങ്കിലാണ് ഇത് ഏറ്റവും കൺഫ്യൂസിങ് ആവാൻ പോകുന്നത്. കാരണം മൃതദേഹം നശിപ്പിച്ച ശേഷം എല്ലുകൾ കൂട്ടിയിട്ട് കത്തിക്കാൻ ശ്രമിച്ചു എന്നുള്ള തോന്നലാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അത് ജൈനമ്മയുടേത് എത്രമാത്രം ജൈനമ്മയുടേതാണ് എന്നുള്ള ഒരു കൺഫർമേഷനിലൊന്നും എത്തിയിട്ടില്ല. ബ്ലഡ് സ്റ്റെയിൻസ് മാത്രമാണ് ജൈനമ്മയുടേത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സെബാസ്റ്റിനെ സംബന്ധിച്ച് ഇതെല്ലാം ഈ സ്ത്രീകളെല്ലാം കണക്ട് ചെയ്യപ്പെട്ട സ്ത്രീകൾ. ബിന്ദു ഒക്കെ 302 ഇട്ട് കഴിഞ്ഞു, ആ കൊലപാതക കുറ്റം ചുമത്തി കഴിഞ്ഞു, ബിന്ദുവിനെയൊക്കെ കൊന്നു എന്ന് തന്നെയാണ് ആയിഷയുടെ കേസും അങ്ങനെ തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. പക്ഷേ അതിൽ തന്നെ വളരെ നിർണായകമായി വളരെയധികം കണക്ട് ചെയ്യുന്ന ഒരു കേസാണ് ഇപ്പോൾ കൂത്താട്ടുകുളത്ത് പുതുതായി വന്നിരിക്കുന്നത്. വ്യക്തമാണ്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യ പ്രത്യേക സംഘം അന്വേഷിക്കും. കന്റോൺമെന്റ് AC-ക്കാണ് അന്വേഷണ ചുമതല. അതിനിടെ അനിൽകുമാറിന്റെ ആത്മഹത്യയിൽ നേതൃത്വത്തിനെതിരെ വിമർശനവുമായി BJP കൗൺസിലറുടെ ഭർത്താവ് രംഗത്ത് വന്നു. കാശിനു വേണ്ടി മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ടവരെ പാർട്ടിയും സംഘവും തിരിച്ചറിയണമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. വലിയവിള കൗൺസിലർ ദേവിമയുടെ ഭർത്താവിൻ്റെതാണ് വിമർശനം. BV അരുൺ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അരുൺ, ഈ സഹകരണ സംഘത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുള്ള ആത്മഹത്യ, ഈ അനിൽകുമാറിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഇക്കാര്യങ്ങൾ പരാമർശിച്ചിരുന്നു. പക്ഷെ ആരെക്കുറിച്ചും യാതൊരു രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടായില്ല. ആരെയും പഴിചാരുന്നതായിരുന്നില്ല ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശങ്ങൾ. പക്ഷേ അതിന് ഈ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ CPM-ഉം BJP-യും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്ത് വന്ന സാഹചര്യം കൂടി ഉണ്ടായി. ഇപ്പോൾ പ്രത്യേക സംഘത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ് അനിൽകുമാറിൻ്റെ ആത്മഹത്യ. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ പ്രത്യേക സംഘത്തിൻ്റെ അന്വേഷണ പരിധിയിൽ വരിക? അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ കൂടാതെ ഈ സഹകരണ സംഘത്തിലെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളും മറ്റും അന്വേഷണ പരിധിയിൽ വരുമോ? അരുൺ. ടോം, വലിയ രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞു തിരുമല അനിൽകുമാറിൻ്റെ മരണം. അതിന് കാരണക്കാർ CPM-ഉം പോലീസുമാണെന്ന് BJP ആരോപിക്കുന്നു. BJP നേതാക്കൾ RSS നേതാക്കൾ ചതിച്ചതാണ് ഇത്തരമൊരു മരണത്തിലേക്ക്, ആത്മഹത്യയിലേക്ക് അനിൽകുമാർ തള്ളിയിട്ടതെന്ന വിമർശനമാണ് CPM കേന്ദ്രങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കാരണം RSS-ൻ്റെയും BJP-യുടെയൊക്കെ നേതാക്കളുടെ അറിവോടുകൂടി അവരുടെ റെക്കമെൻഡേഷനോട് കൂടിയാണ് പലർക്കും വായ്പ, വലിയ തുക BJP പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊക്കെ വായ്പ നൽകിയിട്ടുള്ളത്. അത് തിരിച്ചടയ്ക്കാത്തതും തിരിച്ചടവിന് ഒരു തരത്തിലും പാർട്ടി സഹായിക്കാത്തതുമാണ് അനിലിനെ ഇത്തരമൊരു കടുംകൈക്ക് പ്രേരിപ്പിച്ചതെന്ന വിമർശനമാണ് CPM കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നത്. രാഷ്ട്രീയ വിവാദമായി മാറുമ്പോൾ നമുക്കറിയാം തിരുവനന്തപുരം നഗരസഭ BJP ഏറ്റവും പ്രതീക്ഷയോടെ കാണുന്ന ഒരു നഗരസഭയാണ്. കഴിഞ്ഞ തവണ അവർ വിജയിക്കുമെന്ന വലിയ പ്രതീക്ഷ ഉണർത്തിയ അവസാനം പിന്നോട്ട് പോവുകയായിരുന്നു. ഇത്തവണയെങ്കിലും തിരിച്ചു പിടിക്കാൻ വലിയ പ്രയത്നം BJP നടത്തുന്നുണ്ട്. അവിടെയാണ് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാവിൻ്റെ ആത്മഹത്യയും അതിൽ പാർട്ടി പ്രതിരോധത്തിലുമായത്. അത് അവർ നേരെ തിരിച്ചത് CPM-നെതിരെയാണ് ആരോപണമായി രംഗത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അത്തരമൊരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നത്. എന്താണ് അനിൽകുമാറിൻ്റെ ആത്മഹത്യയുടെ പ്രധാന കാരണം? വീട്ടുകാർ പറയുന്നത് ചില പെട്ടെന്നുണ്ടായ കാരണങ്ങളാണ്. കാരണം അന്ന് ശനിയാഴ്ച രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോഴും ഭാര്യയോട് പുറത്തു പോകാൻ തയ്യാറായി നിൽക്കണമെന്ന് പറഞ്ഞാണ് അനിൽകുമാർ അവിടേക്ക് എത്തുന്നത്. ഒരു വാർഡിലുള്ള ഒരാളോട് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് ഒരു ആത്മഹത്യ ചെയ്യുമെന്നത് ഒരു സൂചനയും വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഒപ്പമുള്ളവർക്കോ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മാനസിക സമ്മർദ്ദത്തിലായിരുന്നു, മാനസിക വിഷമത്തിലായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ പെട്ടെന്നുണ്ടായ എന്തോ കാരണങ്ങളുണ്ട്, എന്തോ പ്രകോപനമുണ്ട് എന്നൊരു വാദം ശക്തമായി തന്നെ ഉയർന്നു വരുന്നു. വീട്ടുകാർക്കും അതിന് യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരണമെന്ന ആഗ്രഹമുണ്ട്.
BJP പ്രവർത്തകരും അതുതന്നെയാണ് പറയുന്നത്. കൃത്യമായി എന്താണ് മരണകാരണം എന്ന് കണ്ടെത്തണം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഒരു അന്വേഷണ സംഘത്തിന് ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നത്. പൂജപ്പുര പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും ഇപ്പോൾ കന്റോൺമെൻറ്റ് അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റുവർട്ട് കീലർക്കാണ് ഈ അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രത്യേക സംഘം ഇത് അന്വേഷിക്കും. ഏതെങ്കിലും ഫോൺ കോളുകളോ പെട്ടെന്നുള്ള പ്രകോപനമെങ്കിൽ എന്താണ് ഇതിന് കാരണം, അത്തരം ഫോൺ കോളുകൾ, ഇദ്ദേഹത്തിൻ്റെ ഫോൺ രേഖ, ഏതൊക്കെ ഭാഗത്ത് സമ്മർദ്ദമുണ്ടായി, BJP നേതാക്കളുടെ ഭാഗത്തുനിന്നാണോ വീഴ്ചയുള്ളത്, അല്ലെങ്കിൽ BJP ആരോപിക്കുമ്പോൾ പോലീസിൻ്റെയോ CPMൻ്റെ ഭാഗത്തുനിന്നാണോ സമ്മർദ്ദമുണ്ടായി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അന്വേഷണം പോകുമെന്ന് ഉറപ്പാണ്. അതിനുവേണ്ടിയാണ് ഒരു സമഗ്ര അന്വേഷണത്തിന് വേണ്ടിയാണ് ഒരു സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. BJPയുടെ ജില്ലയിൽ ഉപാധ്യക്ഷനൊക്കെ ആയിട്ട് വളരെ പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം. BJPക്ക് അപ്പുറത്തേക്ക് മറ്റ് സംഘപരിവാർ സംഘടനകളുടെയും പ്രധാനിയായ നേതാവ് ചെയ്ത അനിൽകുമാറിന്റെ വീട്ടിൽ മന്ത്രി MB രാജേഷ് എത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം പ്രതികരിച്ചത് പോലീസിന്റെ അന്വേഷണം നടക്കട്ടെ, നിയമാനുസൃതമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ്. അനിൽകുമാറിന്റെ വിയോഗം ദുഃഖകരമെന്നും മന്ത്രി MB രാജേഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും സഹോദരനെയും കണ്ടു, അവരോട് അനുശോചനം അറിയിച്ചു. ഒരു തദ്ദേശ സ്ഥാപനത്തിലെ ജനപ്രതിനിധിയാണല്ലോ ശ്രീ തിരുമല അനിൽ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വിയോഗം വളരെ ദുഃഖകരമാണ്. ഒരു ജനപ്രതിനിധി, പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിലുള്ള ദുഃഖം രേഖപ്പെടുത്താനും അത് കുടുംബത്തെ അറിയിക്കാനുമാണ് വന്നത്. ഞാനിപ്പോൾ ഈ മരണവീടിൻ്റെ മുന്നിൽ നിന്ന് അക്കാര്യത്തിലൊരു രാഷ്ട്രീയ പരാമർശം നടത്തുന്നത് ഉചിതമല്ലല്ലോ. വസ്തുതകളെല്ലാം ഇപ്പോൾ ഇന്നും ചില കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നിയമാനുസൃതമുള്ള നടപടികളല്ലേ സ്വീകരിക്കാൻ പറ്റൂ. ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ആ അന്വേഷണം നടക്കട്ടെ. ഇന്നിപ്പോൾ മാധ്യമങ്ങളിൽ ആത്മഹത്യാ കുറിപ്പിൻ്റെ ഉള്ളടക്കം മാധ്യമങ്ങളിൽ വായിക്കുകയുണ്ടായി. VV അരുണിലേക്ക് വീണ്ടും. അരുൺ, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെയാണ് BJPയെ പ്രതിക്കൂട്ടിലാക്കി BJP വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് ഈ അനിൽകുമാറിൻ്റെ, തിരുമല അനിലിൻ്റെ മരണം സംഭവിക്കുന്നത്. പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കാനുള്ള നീക്കങ്ങളൊക്കെ BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ ഇത്തരമൊരു മരണം പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് എല്ലാ രീതിയിലും. പക്ഷേ അത് CPM ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? CPMനെതിരെയും പോലീസിനെതിരെയും വലിയ വിമർശനം ഉയരുമ്പോഴും മന്ത്രി MB രാജേഷും മേയറും അടക്കമുള്ളവർ ആ കുടുംബത്തെ നേരിട്ട് കണ്ട് ആശ്വസിപ്പിക്കുന്നു. അതുതന്നെയാണ് ആദ്യഘട്ടത്തിൽ CPM ഇതൊരു രാഷ്ട്രീയ വിമർശനമായി ഏറ്റെടുത്തിരുന്നില്ല. ഈ മരണമുണ്ടായി മണിക്കൂറുകൾക്ക് വന്ന് മന്ത്രി V ശിവൻകുട്ടി വാർത്താസമ്മേളനം നടത്തി. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹം ഒരു തരത്തിലുള്ള വിവാദ പരാമർശത്തിലേക്കും പോയില്ല. പകരം അനിലിനെ അടുത്തറിയാവുന്ന ആളാണ്, രാഷ്ട്രീയത്തിനപ്പുറം ബന്ധമുള്ള ആളാണ്, വലിയ ദുഃഖകരമായ സംഭവം എന്നാണ് ആദ്യം V ശിവൻകുട്ടി പറഞ്ഞത്. പക്ഷേ അന്ന് രാത്രിയോടുകൂടി BJPയുടെ ജില്ലാ നേതൃത്വം ഒരു വാർത്താസമ്മേളനം നടത്തി. CPMന് മേൽ പൂർണ്ണമായും CPMനും പോലീസിനുമേലാണ് ഇതിൻ്റെ കുറ്റം, അവരാണ് ഇതിന് കാരണക്കാർ എന്ന തരത്തിലുള്ള വിമർശനവുമായി BJPയുടെ ജില്ലാ നേതൃത്വം രംഗത്ത് വന്നു. അവിടെയാണ് ഇത് രാഷ്ട്രീയമായ ഒരു തിരിവുണ്ടാകുന്നത്. പിന്നീട് മന്ത്രി V ശിവൻകുട്ടി അടക്കം ഇതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരുന്നു. മേയർ ആര്യ രാജേന്ദ്രനും ഡെപ്യൂട്ടി മേയറും ഒക്കെ ആദ്യം മുതൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഓഫീസിലും, ഇദ്ദേഹം തൂങ്ങി മരിച്ച ഓഫീസിലും പിന്നീട് വീട്ടിലുമൊക്കെ എത്തിയതാണ്. ഇന്നും മേയർ മന്ത്രിക്കൊപ്പം, തദ്ദേശ മന്ത്രിക്കൊപ്പം ഉണ്ട്. രാഷ്ട്രീയം സ്വാഭാവികമായും CPM കാണുന്നുണ്ട്. കാരണം BJP വലിയ വെല്ലുവിളി തന്നെയാണ് തിരുവനന്തപുരം നഗരസഭയിൽ CPMന് ഭരണം നിലനിർത്താനും. നിലവിൽ ഈ ഭരണത്തിന് ഏറ്റവും അധികം ശക്തമായ പ്രതിഷേധം പലപ്പോഴും ഉയർത്തുന്ന BJPയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. BJPയുടെ ഒരു നേതാവ് ഇത്തരത്തിൽ മരിക്കുമ്പോൾ അത് BJP നേതാക്കളുടെ പിടിപ്പുകേട് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ ചതിച്ചത് എന്ന് സ്ഥാപിക്കാൻ CPM ശ്രമം നടത്തും. അത്തരം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ശക്തമായി തന്നെ CPM ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ BJPയും രംഗത്തുണ്ട്. ഏതായാലും അതിനൊക്കെ അപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ മാന്യത കൂട്ടി കാണിച്ചുകൊണ്ടാകാം ഒരുപക്ഷെ ഈ മന്ത്രിയും മേയറും ഒക്കെ ആ വീട് വീണ്ടും സന്ദർശിച്ചത്. അവിടെ രാഷ്ട്രീയ പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായതുമില്ല. പക്ഷേ ഇതിൽ കൃത്യമായ രാഷ്ട്രീയ നേട്ടങ്ങൾ ഇരുവിഭാഗവും കണക്കുകൂട്ടുന്നു. BJPക്കാകട്ടെ ഒരു പ്രതിരോധത്തിലാണ് അവർ ഇപ്പോൾ. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തങ്ങളുടെ പാർട്ടി RSS അല്ലെങ്കിൽ അവർ നേതൃത്വം നൽകുന്ന ഒരു സഹകരണ സംഘത്തിൻ്റെ ക്രമക്കേട് കാരണം, സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം. വ്യക്തമാണ്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അന്വേഷണം നടക്കട്ടെ, നിയമപരമായ നടപടികൾ മുന്നോട്ട് പോകുമെന്നാണ് മന്ത്രി MB രാജേഷ് തിരുമല അനിലിൻ്റെ വീട് സന്ദർശിച്ച ശേഷം വ്യക്തമാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം മണ്ണന്തലയിൽ ഗുണ്ടാ വിളയാട്ടം. വീട്ടിലേക്ക് പടക്കമെറിഞ്ഞ് ഗുണ്ടകൾ വഴിയിലുണ്ടായിരുന്ന വാഹനങ്ങൾ അടിച്ചു തകർത്തു. നിരവധി കേസുകളിൽ പ്രതിയായ ശരത്തും സംഘവുമാണ് ആക്രമണം നടത്തിയത്. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു സംഭവം. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സാരംഗ്, എന്താണ് ഈ രീതിയിലുള്ള അക്രമത്തിലേക്ക് വഴിവെച്ച സംഭവം? ഈ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായിട്ടുള്ള ശരത്തും സംഘവും ഒരു വീട്ടിലേക്ക് പടക്കമെറിയുന്നു. ആരെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം?
ടോം, ഈ ഒരു രാജേഷ് എന്നയാളുടെ മണന്നലയിലുള്ള രാജേഷ് എന്നയാളുടെ വീടിന് നേരെയാണ് ഈ ഗുണ്ടാ സംഘം ആക്രമണം അഴിച്ചുവിട്ടത്. ഇത്തരത്തിൽ കല്ലെറിയുകയും മറ്റ് വീടിന് കേടുപാട് വരുത്തുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തത്. അതായത് ഈ വ്യക്തി, അതായത് ഈ രാജേഷ് എന്ന വ്യക്തിയും സമാനമായ കേസിൽ ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെട്ട ഒരാളാണ്. അതായത് ഗുണ്ടാ പശ്ചാത്തലമുള്ള ഒരാളാണെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അത് ഇത്തരത്തിലുള്ളൊരു ഗുണ്ടാ പകയാണ് അത്. ഈ ഒരു ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് ഇത്തരത്തിലുള്ള ആക്രമണത്തിലേക്ക് കടക്കാൻ കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇതൊരു ആ വീടിന് നേരെ മാത്രമല്ല, മറ്റ് 7ഓളം വണ്ടികൾക്ക്, ഓട്ടോ, കാറ്, ബൈക്ക് തുടങ്ങിയ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നിരവധി വാഹനങ്ങൾ അടിച്ചു തകർത്തു. പലതിൻ്റെയും ഗ്ലാസുകളും ചില്ലുകളും എല്ലാം അടിച്ച് തകർത്തിട്ടുണ്ട്. അതായത് ഈ രാജേഷ് എന്ന വ്യക്തിയുടെ വീടിനെ ലക്ഷ്യം വെച്ച് വന്നതിനൊപ്പം തന്നെ ആ ഭാഗത്ത് നിർത്തിയിട്ടിരുന്ന പല വാഹനങ്ങളും ഈ ഗുണ്ടാ സംഘം അടിച്ചു തകർത്തു. ഈ ഒരു ശരത്തിൻ്റെ ഒപ്പം ഒരു 7ഓളം വരുന്ന സംഘമാണ് ഈ ഒരു ആക്രമണം അഴിച്ചുവിട്ടത്. ഇന്നലെ രാത്രി 12:30 സംഭവം. ഇതിനുശേഷം ഈ ഒരു തൊട്ടടുത്തൊരു കടയിലെത്തി ആ കടക്കാരനെ മർദ്ദിക്കുന്ന വളരെ വിചിത്രമായ രീതിയിൽ, അതായത് അവിടെ നിന്ന് പഴം കഴിക്കുന്നു, ആ പഴം പഴുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ഈ കടക്കാരനെ ആക്രമിക്കുന്നു, അയാളെ പരിക്കേൽപ്പിക്കുന്നു. അത്തരത്തിലുള്ളൊരു സാഹചര്യമുണ്ട്. തീർത്തും ഒരു ഗുണ്ടാ വിളയാട്ടമായിരുന്നു മണ്ണന്തല ഈ പ്രദേശത്ത് കഴിഞ്ഞ അർദ്ധരാത്രിയോട് ഉണ്ടായത്. ഒരു നിരവധി വാഹനങ്ങൾക്കാണ് അതായത് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഓട്ടോയുണ്ട്, ബൈക്കും കാറും എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട്. ഒരു നിലവിൽ മറ്റാർക്കും പരിക്കുകളില്ല. രാജേഷ് എന്ന ആൾക്കും മറ്റും പരിക്കില്ല. ഇവരെ ലക്ഷ്യം വെച്ച് വന്നതാണെങ്കിലും അദ്ദേഹത്തിന് ലഭിക്കാത്തതുകൊണ്ട് ഇങ്ങനെ വീടിന് നേരെ ആക്രമണം നടത്തുകയും തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ നശിപ്പിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ടോം, വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ രാത്രിയാണ് തിരുവനന്തപുരം മണ്ണന്തലയിലെ ഗുണ്ടാ ആക്രമണം ഉണ്ടായത്. വീട്ടിലേക്ക് പടക്കമെറിഞ്ഞ ഗുണ്ടകൾ വഴിയിലുണ്ടായിരുന്ന വാഹനങ്ങൾ അടിച്ചു തകർക്കുകയായിരുന്നു. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു.